നമ്മൾ എക്സ്റേ ട്യൂബ്സിനെ കുറിച്ച് പഠിക്കാം. രണ്ട് ടൈപ്പ് ട്യൂബ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്ന് പറയുന്നത് സ്റ്റേഷനറി ആനോഡ് എക്സ്റേ ട്യൂബ്, രണ്ടാമത്തത് റൊട്ടേറ്റിംഗ് ആനോഡ് എക്സ്റേ ട്യൂബ്. ഇത് ഫർദറായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് നമ്മൾ സ്റ്റേഷനറി ആനോഡ് എക്സ്റേ ട്യൂബ് പഠിക്കാം. അതിന് മുമ്പ് ഒരുപാട് ട്യൂബ്സ് യൂസ് ചെയ്തിരുന്നു. കോക്സ് ട്യൂബ്സ് ഉപയോഗിച്ചിരുന്നു, കോളിൻസ് ട്യൂബ് ഉപയോഗിച്ചിരുന്നു, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് ട്യൂബ്സ്. ഇപ്പൊ നമ്മൾ റോഞ്ചനൊക്കെ എക്സ്റേ കണ്ടുപിടിച്ചു എന്ന് പറയുന്ന ആ സമയത്ത് ഉപയോഗിച്ച ട്യൂബിന് നമ്മൾ ക്രൂസ് ട്യൂബ് എന്ന് പറയുന്നു. പിന്നെ അതിന് ശേഷം ഒരുപാട് കാലം ഉപയോഗിച്ചിരുന്ന ട്യൂബാണ് കോളിൻസ് ട്യൂബ്. അതൊക്കെ കഴിഞ്ഞ് അതിന്റെ ഫർദർ ആയിട്ട് സ്റ്റേഷനറി ആനോഡ് എക്സ്റേ ട്യൂബ് എന്ന് പറയുന്ന ട്യൂബ് വന്നു. അതിലെന്തായിരിക്കും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. വീട്ടിലേക്ക് പറയുകയാണെ അതിന് ഒരു ഫിലമെന്റ് ഉണ്ടാവും, ഒരു ടാർഗറ്റ് ഉണ്ടാവും. ഓക്കെ, ടാർഗറ്റ് സ്റ്റേഷനറി ആയിരിക്കും. അതുകൊണ്ടാണ് അതിന് സ്റ്റേഷനറി ആനോഡ് എക്സ്റേ ട്യൂബ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനൊരു സപ്ലൈ ഉണ്ടാവും, ഹൈ വോൾട്ടേജ് സപ്ലൈ. ഇതിന് രണ്ട് സപ്ലൈ ഉണ്ടാവും. ഒന്ന് മെയിൻ സപ്ലൈ, അത് ഹൈ വോൾട്ടേജ് സപ്ലൈ. അത് ടാർഗറ്റിനായിരിക്കും എപ്പോഴും സപ്ലൈ ചെയ്യാൻ. ടാർഗറ്റ് സൈഡിനായിരിക്കും എപ്പോഴും ഹൈ വോൾട്ടേജ് നമ്മൾ സപ്ലൈ ചെയ്യുക. ഈ ഫിലമെന്റ് നമ്മൾ സെപ്പറേറ്റ് ഒരു സപ്ലൈ ഉണ്ട്, അതിന് ഫിലമെന്റ് സപ്ലൈ എന്ന് പറയുന്നു. ഫിലമെന്റ്സിന് നമ്മൾ കൊടുക്കുന്ന സപ്ലൈനാണ് നമ്മൾ ഫിലമെന്റ് സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, ഫിലമെന്റിന് കൊടുക്കുന്ന സപ്ലൈ നമ്മൾ ഫിലമെന്റ് സപ്ലൈ എന്നും, മൊത്തം ഈ എക്സ്റേ ട്യൂബ് ടാർഗറ്റിന് എല്ലാത്തിനും കൂടി നമ്മൾ കൊടുക്കുന്നതിനാണ് ഹൈ വോൾട്ടേജ് സപ്ലൈ എന്ന് പറയുന്നത്. ഷോർട്ടായിട്ട് HVS എന്ന് എഴുതിയത് ഹൈ വോൾട്ടേജ് സപ്ലൈ. ഓക്കെ, ഇതില് ഒരു ഫിലമെന്റ് ഉണ്ട്, ഇത് ഫിലമെന്റ് ആണ്. ഓക്കെ, ഇത് ടാർഗറ്റിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്ററാക്ഷൻ ഒക്കെ ഉണ്ടാവുന്നത്. ഓക്കെ, നമ്മൾ മുമ്പ് പറഞ്ഞ ക്യാരക്ടറിക് എക്സ്റേസും ബ്രംസ്ലാങ് എക്സ്റേസും എല്ലാം ഉണ്ടാവുന്നത് ഈ ടാർഗറ്റിലാണ്. ഓക്കെ, ഈ ടാർഗറ്റില് ഈ ടങ്സ്റ്റന്റെ ഒരു ബ്ലോക്ക് നമ്മൾ പ്ലേസ് ചെയ്യാണ്. മൊത്തം ടങ്സ്റ്റൺ അല്ല, അതൊരു കോപ്പർ ബ്ലോക്ക് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഇതൊരു ടോട്ടലായിട്ട് ഒരു കോപ്പർ ബ്ലോക്ക് ആണ്. ആ ഒരു കോപ്പർ ബ്ലോക്കിൽ നമ്മളൊരു ടങ്സ്റ്റന്റെ ഒരു പീസ് നമ്മൾ പിടിപ്പിച്ചു വെക്കുന്നതാണ്. ഓക്കെ, ഈ ഹൈ വോൾട്ടേജ് സപ്ലൈ ഉള്ള ഈ ഒരു മൊത്തം സെറ്റിൽ വരുന്ന ഈ ഒരു ടൈപ്പ് ഓഫ് ട്യൂബിനെയാണ് നമ്മൾ സ്റ്റേഷനറി ആനോഡ് എക്സ്റേ ട്യൂബ് എന്ന് പറയുന്നത്. ഓക്കെ, എനിക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇതിനൊരു ഫോക്കസിംഗ് കപ്പ് ഉണ്ട്. ഓരോന്നിന്റെ ഫംഗ്ഷൻ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഫോക്കസിംഗ് കപ്പ് എന്ന് പറയുന്നു. ഓക്കെ, ഈ സെറ്റിൽ നമ്മൾ ഒരു എൻവലപ്പ് കൊടുക്കുന്നു. മൊത്തം ഒരു ഗ്ലാസ് എൻവലപ്പിലാണ് ഈ നമ്മൾ പറയുന്ന ഫിലമെന്റും ഈ ഫോക്കസിംഗ് കപ്പും ഈ ടാർഗറ്റും എല്ലാം സെറ്റ് ചെയ്യുന്നത് ഒരു ഗ്ലാസ് എൻവലപ്പിലാണ്. ഒരു ടൈപ്പ് ഓഫ് ഗ്ലാസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഗ്ലാസ് ആണ്. ആ ഗ്ലാസ് കൊണ്ടാണ് ഈ മൊത്തം ഈ സെറ്റപ്പിനെ മൊത്തം പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇതില് വാക്വം ആണ്, നോ എയർ, എയർ ഇല്ല, വാക്വം ആണ്. ഇതില് എയർ ഇല്ല, എയർ ഇല്ലാത്ത വാക്വം ആയിട്ടുള്ള ട്യൂബിന്റെ ഉള്ളിലാണ് ഈ ടാർഗറ്റും ഫിലമെന്റും ഫോക്കസിംഗ് കപ്പും എല്ലാം വെച്ചിട്ടുള്ളത്. ഇതില് നമ്മൾ ഈ ഫിലമെന്റ് സപ്ലൈ കൊടുക്കുമ്പോൾ ഈ ഫിലമെന്റ് ഹീറ്റ് ആകുന്നു. അത് താങ്ങാൻ പറ്റാത്ത അളവ് ഹീറ്റ് ആകുമ്പോൾ അതിന് ഇലക്ട്രോൺസിനെ പ്രൊഡ്യൂസ് ആകുന്നു. ഇതാണ് ഇതിന്റെ കാഥോഡ്. ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലത്തിനാണ് നമ്മൾ കാഥോഡ് എന്ന് പറയുന്നത്. എക്സ്റേസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഭാഗത്തിന് നമ്മൾ ആനോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇതിൽ നിന്ന് ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ഈ ആനോഡായ പോസിറ്റീവ് സൈഡായ ആനോഡിലേക്ക് ഇത് ഡയറക്റ്റ് ആവുന്നു. ആനോഡിലേക്ക് ഇത് മൂവ് ചെയ്യുന്നു. അങ്ങനെ മൂവ് ചെയ്ത് ഇതിലേക്ക് ഹിറ്റ് ചെയ്യുന്നു, അത് സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഡീആക്സിലറേഷൻ ഉണ്ടാകുന്നു. അതിനകത്ത് എന്തെങ്കിലും ഒന്നിക്ക് ബ്രംസ്ലാങ് എക്സ്റേ അല്ലെങ്കിൽ കാരക്ടറിക് എക്സ്റേ ആയിട്ട് നമുക്കൊരു എക്സ്റേ ബീം കിട്ടുന്നു. ഇതിന്റെ കൂടെ തന്നെ ഇവിടെ മൊത്തം ഈ സെറ്റ് മൊത്തം ഒരു കൂളിംഗ് ഓയിലായിരിക്കും പ്ലേസ് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു 100% 99% ഹീറ്റ് ആണ്. ഈ ഹീറ്റ് എന്ത് ചെയ്യും, ഈ കൂളിംഗ് ഓയിലേക്ക് ലിബറേറ്റ് ചെയ്ത് ഈ കൂളിംഗ് ഓയിൽ അബ്സോർബ് ചെയ്ത് കളയും. അതുപോലെ 1% ആണ് നമുക്ക് എക്സ്റേ കിട്ടുന്നത്. ഈ 1% എക്സ്റേ ആണ് നമ്മൾ ഈ ബീമായിട്ട് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, ഇനി നമുക്ക് റൊട്ടേറ്റിംഗ് ആനോഡ് എക്സ്റേ ട്യൂബിനെ കുറിച്ച് പഠിക്കാം.
റൊട്ടേറ്റിംഗ് ആനോഡ് എക്സ്റേ ട്യൂബ് എന്ന് പറയുമ്പോൾ ഇതിൽ എക്സ്ട്രാ എന്തൊക്കെ വരുന്നു നമുക്ക് നോക്കണം. ഇതിന്റെ ഷേപ്പും ഇതിന്റെ അറേഞ്ച്മെന്റ്സും ഒക്കെ ഒന്ന് വ്യത്യാസം വരും. അതുപോലെ തന്നെ രണ്ടിലും സെയിം ആയിട്ടുള്ളത് ഈ ഗ്ലാസ് തന്നെയാണ്. ഈ ഗ്ലാസ് എൻവലപ്പും അതിനുള്ള വാക്വം അത് രണ്ടിലും കോമൺ ആണ്. അത് വാക്വം ആണ്, ഇതില് എയർ ഇല്ല. വാക്വം ഗ്ലാസ് ട്യൂബ് ആണ് രണ്ടിലും ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിനൊരു കാഥോഡ് അസംബ്ലി ഉണ്ടാവും. കാഥോഡ് നിർമ്മിച്ചിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ്സിനാണ് നമ്മൾ കാഥോഡ് അസംബ്ലി എന്ന് പറയുന്നത്. ഇതാണ് ഇതിന്റെ ഫിലമെന്റ്. ഫിലമെന്റ് വരുന്നത് ഒരു സ്പെഷ്യൽ അറേഞ്ച്മെന്റിലാണ്. കാരണം ഇതില് നമുക്ക് ഒരു ലാർജ് ഏരിയ നമുക്ക് ഉണ്ട്, അതായത് സ്റ്റേഷനറി ആയിട്ടുള്ള ലാർജ് ഏരിയ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിന് അത്രയും ആ ഒരു സ്പെസിഫിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ ഫിലമെന്റ് പ്ലേസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളിവിടെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ടാർഗറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതെങ്ങനെയാന്ന് വെച്ചാല് ഒരു റൗണ്ട് ആയിട്ടുള്ള ടാർഗറ്റ്, അതായത് ഇതൊരു കോപ്പറിന്റെ സ്റ്റം ആയിരിക്കും. അതിന് ചുറ്റും ഒരു ടെൻഷന്റെ ഒരു റൗണ്ട് ആണ് നമ്മൾ ഇതിൽ കൊടുക്കുന്നത്. ഇതിങ്ങനെ ചെരിച്ച് വെച്ചതാണ് ഇത്. അപ്പൊ എന്തായിരിക്കും അതിന്റെ സൈഡ് എന്തായിരിക്കും, ഇങ്ങനെ ചരിഞ്ഞിട്ടായിരിക്കും. അപ്പൊ ഇത് നമ്മൾ ചരിച്ചു വെക്കുമ്പോ നമ്മൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു സ്ട്രക്ചർ കിട്ടും. ഓക്കെ, ഇങ്ങനെ സ്ട്രക്ചർ കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു ടാർഗറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ടാർഗറ്റിന്റെ ഈ ഏരിയ ഞാൻ പറഞ്ഞു ഇത് കോപ്പർ സ്റ്റം ആണെന്ന് പറഞ്ഞു. ഇവിടെ ഈ സൈഡ്, ഇതാണ് ഈ സൈഡ്. ഈ സൈഡാണ് നമ്മൾ എക്സ്റേസ് ഹിറ്റ് ചെയ്തിട്ട് എക്സ്റേസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഈ ഇലക്ട്രോൺസ് ഹിറ്റ് ചെയ്തിട്ട് എക്സ്റേ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ സൈഡാണ്. അപ്പൊ ഇത് സ്വാഭാവികമായിട്ടും ഒരു പ്രാവശ്യം ഇതിന്റെ ഈ ഒരു ടാർഗറ്റ് സ്പോട്ട്, ടാർഗറ്റ് അതിന് ഹിറ്റ് ചെയ്യാനുള്ള സ്പോട്ട് കുറച്ചുള്ളൂ. അതിന്റെ പോലെ ഒരുപാട് സ്ഥലമില്ല, പക്ഷെ ഇത് കണ്ടിന്യൂസ്ലി റൊട്ടേറ്റിംഗ് ആയിരിക്കും. ഓക്കെ, ഈ ഒരു പാർട്ടിനെ നമ്മൾ കറക്റ്റ് ആയിട്ട് അതിലേക്ക് ഈ ഇലക്ട്രോൺസ് വന്ന് ഹിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഫിലമെന്റ് അറേഞ്ച്മെന്റ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു സ്മോൾ ഫിലമെന്റ് ആക്കിയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഒരു ഹിറ്റിംഗ് കറക്റ്റ് ആയിട്ട് അതിന് പോസിബിൾ ആവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതെന്ത് ചെയ്യുന്ന വെച്ചാല്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ കറന്റ് ഈ ഭാഗം എന്ന് പറയുന്നത് ഈ ഭാഗമായിട്ട് എടുത്തോളൂ. ഫോർ എക്സാമ്പിൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഈ സ്ഥലത്താണ് നമ്മളിപ്പോ ഒരു എക്സ്റേ എക്സ്പോസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എന്നിട്ട് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സ്വാഭാവികമായിട്ട് ഇത് റൊട്ടേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മോട്ടറിനാണ് നമ്മൾ റോട്ടർ എന്ന് പറയുന്നത്. റോട്ടർ എന്ന് പറയുന്ന ഒരു മോട്ടോർ ഉപയോഗിച്ചിട്ടാണ് ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, കണ്ടിന്യൂസ്ലി റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഒരു എക്സ്പോസിനേഷൻ ഇവിടുന്നായിരിക്കും ഉണ്ടായിരിക്കുക, അടുത്തത് ഇവിടുന്നായിരിക്കും. സ്വാഭാവികമായിട്ട് ഇതിന് ഒരുപാട് നേരം എക്സ്റ്റാൻഡ് ചെയ്യാൻ കഴിയും. ഒരുപാട് എക്സ്റേ എക്സ്പോസിന് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ് പറ്റും. ഇത് പെട്ടെന്ന് ഹീറ്റായി ചിലപ്പോ ഇത് ഒരുപാട് നമ്മൾ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേഷനറി എക്സ്റേ ടാർഗറ്റ് ഉരുകിപ്പോകും. അത് ഹീൽ ചെയ്തു അത് ഉരുകിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ ഒരു പ്രോബ്ലം ചിലപ്പോൾ നമുക്ക് ഒരുപാട് എക്സ്റേസ് ഒരു ദിവസം തന്നെ എടുക്കേണ്ടി വന്നേക്കാം. അപ്പൊ ഈ ഒരു ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ് പറ്റില്ല, അത് പെട്ടെന്ന് ഉരുകി പോകാൻ സാധ്യത ഉള്ളതുകൊണ്ട് അങ്ങനെയാണ് ഇങ്ങനെ ഒരു മോഡൽ വന്നത്. ഇതിന് നമ്മളൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ടാർഗറ്റ് കൊടുത്തു, സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫിലമെന്റ് അറേഞ്ച്മെന്റ് കൊടുത്തു. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ടാർഗറ്റ് ഫോക്കൽ സ്പോട്ടിലേക്ക് നമ്മൾ ഇലക്ട്രോൺസിനെ ഹിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ അറേഞ്ച്മെന്റ് എടുത്തു. കണ്ടിന്യൂസ് ആയിട്ട് ഇതിന്റെ ടാർഗറ്റ് എന്തായിരിക്കും, റൊട്ടേറ്റിംഗ് ആയിരിക്കും. റൊട്ടേറ്റിംഗ് ആയതുകൊണ്ട് തന്നെ അതിൽ ഒരുപാട് സമയം വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നു, ഒരുപാട് നേരം ഒരുപാട് എക്സ്പോസ് അതിന് താങ്ങാൻ പറ്റുന്നു. ഓക്കെ, അങ്ങനെ ആണ് നമ്മൾ ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ്. ഇതിന് എക്സ്ട്രാ വരുന്നത് ഒരു കാഥോഡ് അസംബ്ലി ഉണ്ടാവും. അവിടെ വെറും ഫിലമെന്റ് ആയിരുന്നു, ഇവിടെ കാഥോഡ് അസംബ്ലി ഉണ്ട്. അതുപോലെ തന്നെ ഇതിന് സ്മോൾ ഫിലമെന്റ് ഉണ്ട്. ഇതിന് 2 ഇൻഡക്ഷൻ മോട്ടോർസ് ഉണ്ട്. ഈ 2 സൈഡിൽ കാണുന്ന ഇൻഡക്ഷൻ മോട്ടോർസ് എന്നതിനും ഇതിനും ഒരു ഹൈ വോൾട്ടേജ് സപ്ലൈ ഉണ്ട് ടാർഗറ്റിന്. അതുപോലെ തന്നെ ഫിലമെന്റിന് ഒരു ഫിലമെന്റ് സപ്ലൈയും ഉണ്ട്. ഓക്കെ, ഇതിന് ഫിലമെന്റ് സപ്ലൈയും ഉണ്ട്. ഫിലമെന്റ് സപ്ലൈയും ഉണ്ട്. ഫിലമെന്റ് സപ്ലൈയും ഉണ്ട്. ഓക്കെ,
ഇത്ര നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ഓരോ ഭാഗം അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അത് എത്ര നേരം വിസ്റ്റാൻഡ് ചെയ്യും, അത് എന്തൊക്കെയാണ് അതിന്റെ പ്രോപ്പർട്ടീസ് കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്ന് എടുത്തത് 2 ടൈപ്പ് ഓഫ് ട്യൂബ്സ് എടുത്തു. ഒന്ന് സ്റ്റേഷനറി ആനോഡ് എക്സ്റേ ട്യൂബ് ആണ്, ഒന്ന് റൊട്ടേറ്റിംഗ് ആനോഡ് എക്സ്റേ ട്യൂബ് ആണ്. ഇതില് സ്റ്റേഷനറി ആനോഡ് എക്സ്റേ ട്യൂബ് എടുക്കുമ്പോൾ അതിനൊരു ഫിലമെന്റ് സപ്ലൈ ഉണ്ട്. അതിനൊരു ഫസ്റ്റ് ബേസിക് ആയിട്ടുള്ള പറയാം, ഒരു ഫിലമെന്റ് ഉണ്ട്, ഒരു ടാർഗറ്റ് ഉണ്ട്. ഈ ഫിലമെന്റിന് ഒരു ഫോക്കസിംഗ് കപ്പ് ഉണ്ട്. ഫോക്കസിംഗ് കപ്പ് എന്തിനാ ഉപയോഗിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഈ വരുന്ന ഇലക്ട്രോൺസ് എല്ലാം പല ഡയറക്ഷനിൽ റാൻഡം മൂവ്മെന്റ് ആയി പല ഡയറക്ഷനിൽ പോകുന്നു. അപ്പൊ അതിനെ കറക്റ്റ് ആയിട്ട് ആനോഡ് ആയിട്ടുള്ള ടാർഗറ്റിലേക്ക് തന്നെ ഡയറക്ട് ചെയ്യാൻ വേണ്ടി, അതിലേക്ക് തന്നെ തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കപ്പ് ലൈക്ക് സ്ട്രക്ചറിനെയാണ് നമ്മൾ ഫോക്കസിംഗ് കപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഇത് ടാർഗറ്റിൽ പോയി ഹിറ്റ് ചെയ്യുന്നു. ഈ ടാർഗറ്റിന് ഒരു സപ്ലൈ ഉണ്ട്, അതിനെയാണ് നമ്മൾ ഹൈ വോൾട്ടേജ് സപ്ലൈ ചെയ്യുന്നത്. അതെപ്പോഴും ഹൈ വോൾട്ടേജ് സപ്ലൈ. ഈ ടാർഗറ്റ് എന്ന് പറയുന്നത് ടങ്സ്റ്റൺ ആണ്. ഈ ടങ്സ്റ്റൺ ഒരു ഫുൾ ആ ടാർഗറ്റ് മെറ്റീരിയലിന്റെ സ്റ്റെം മൊത്തം ടങ്സ്റ്റൺ അല്ല, അതിലേക്ക് ഈ പിന്നെ ടങ്സ്റ്റന്റെ ഒരു ബ്ലോക്ക് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ചെറിയൊരു പീസ് ഓഫ് ടങ്സ്റ്റൺ അവിടെ വെച്ചിരിക്കുകയാണ്. അത് ഒരു കോപ്പർ സ്റ്റെമ്മിലാണ് ഉള്ളത്. ഒരു കോപ്പർ ഒരു ചെമ്പുകൊണ്ട് ഉണ്ടാക്കിയ ഒരു സ്റ്റെമ്മിലാണ് അതുള്ളത്. അതുപോലെ തന്നെ മൊത്തം സെറ്റപ്പ് കവർ ചെയ്തിരിക്കുന്നത് ഒരു ഗ്ലാസ് എൻവലപ്പ് കൊണ്ടാണ്. ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ട്യൂബിന്റെ ഉള്ളിലാണ് ഇതുള്ളത്. ആ ഗ്ലാസ് എൻവലപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് അതൊരു വാക്വം ട്യൂബാണ്. അതിൽ എയർ ഇല്ല, 0 എയർ ആണ്. എയർ അതിലില്ല. ഈ ഫിലമെന്റിന്റെ ഭാഗത്തിന് പറയുന്ന പേരാണ് കാഥോഡ് എന്ന് പറയുന്നത്. ഫിലമെന്റിന് പറയുന്ന പേരാണ്. ഫിലമെന്റിന്റെ ആ ഭാഗത്തിന് നെഗറ്റീവ് സൈഡാണ്, അതിന് കാഥോഡ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ടാർഗറ്റിന്റെ പ്ലേസ് ആനോഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് സൈഡാണ്. ഓക്കെ, സ്വാഭാവികമായിട്ടും നെഗറ്റീവ് സൈഡിൽ നിന്ന് ഇലക്ട്രോൺസ് നമ്മൾ തെർമോണിക് എമിഷൻ വഴി അത് പുറത്തേക്ക് തള്ളുന്നു. അത് സ്വാഭാവികമായിട്ടും ടാർഗറ്റ് മെറ്റീരിയലിൽ പോയിട്ട് ഹിറ്റ് ചെയ്യുന്നു. അതിൽ നിന്ന് എക്സ്റേസ് ഉണ്ടാകുന്നു. സ്വാഭാവികമായിട്ടും നെഗറ്റീവ് സൈഡിൽ നിന്ന് പോസിറ്റീവ് സൈഡിലേക്ക് എപ്പോഴും അട്രാക്റ്റീവ് പവർ ഉണ്ടാവും. അങ്ങനെയാണ് നമുക്ക് എക്സ്റേസ് ഉണ്ടാവുന്നത്. ഇതിൽ തന്നെ 99% ഹീറ്റ് ആണ്, 1% എക്സ്റേ ആണെന്ന് പറഞ്ഞു. ഈ 99% ഹീറ്റ് എന്ന് പറയുന്നത് ഇതിൽ മൊത്തം ഈ ഒരു സ്ട്രക്ചർ, ഈ സെറ്റപ്പ് മൊത്തം ഒരു കൂളിംഗ് ഓയിലാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹീറ്റ് ആ ഓയിലിലേക്ക് ലിബറേറ്റ് ചെയ്ത് പോകും. ഓക്കെ, ഇതിനൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഒരുപാട് നേരം എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടാർഗറ്റ് മെറ്റീരിയൽ എന്താണ് ഉരുക്കി പോകാനുള്ള സാധ്യത, നശിച്ചു പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് പോരാ, ഇതിനേക്കാളും ഒന്നുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള ഒരു മോഡൽ നമുക്ക് ഉണ്ടാക്കണം എന്നുള്ള നിലക്കാണ് നമ്മൾ സ്റ്റേഷനറി റൊട്ടേറ്റിംഗ് ആണ് എക്സ്റേ ട്യൂബ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിനൊരു റൗണ്ട് ടാർഗറ്റിനാണ് ഉള്ളത്. റൗണ്ട് ടാർഗറ്റ് ആണ് ഒരു കോപ്പർ സ്റ്റെമ്മിൽ ഒരു റൗണ്ട് ലൈക്ക് സ്ട്രക്ചറിൽ നമ്മൾ ടങ്സ്റ്റൺ പ്ലേസ് ചെയ്യുന്നു. ഈ ടങ്സ്റ്റൺ ഇതിന്റെ ഒരു സൈഡ് വ്യൂ ആണ് നമ്മൾ ഈ കാണുന്നത്. ഈ ടാർഗറ്റിന്റെ ഫ്രണ്ട് വ്യൂ ആണ് ഞാൻ അവിടെ വെച്ചിട്ടുള്ളത്. ഇതിന് എക്സ്ട്രാ വരുന്ന, ഇതിന് സെയിം ആയിട്ട് സ്റ്റേഷനറിയിൽ അതുപോലെ തന്നെ വരുന്നത് ഇതിന്റെ ട്യൂബ് ഹൗസിംഗ് ആണ്. ഈ ട്യൂബ് ഹൗസിംഗ് ആണ് ഇത് രണ്ടിലും സെയിം ആയിട്ട് വരുന്നത്. ഇതിന് വാക്വം ഉണ്ട്, ഒരു ട്യൂബും ഉണ്ട്. അത് സ്റ്റേഷനറി പോലെ തന്നെ സെയിം ആണ്. പിന്നെ ഇതിന്റെ കാഥോഡ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫിലമെന്റ് ആക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. സ്പെഷ്യൽ ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ് ആണ്. അതിന് നമ്മൾ ഈ അസംബ്ലിക്ക് പറയുന്നവരാണ് കാഥോഡ് അസംബ്ലി എന്ന് പറയുന്നു. ഓക്കെ, ഈ ഭാഗത്തെ അസംബ്ലിക്ക് ആനോഡ് അസംബ്ലി എന്ന് പറയുന്നു. സ്വാഭാവികമായിട്ട് അതിന് അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് സ്ട്രക്ചേഴ്സ് ഒന്നും ഇല്ലാത്തത് നമ്മൾ നോർമലായിട്ട് ഫിലമെന്റ് അതുപോലെ തന്നെ ടാർഗറ്റ് എന്ന് പറയുന്നു. ഇവിടെ നമുക്കൊരു ടാർഗറ്റ് ഒരു ആനോഡ് അസംബ്ലി ഉണ്ട്, അതുപോലെ തന്നെ ഫിലമെന്റിന് ഒരു കാഥോഡ് അസംബ്ലി ഉണ്ട്. ഓക്കെ, ഈ ഫിലമെന്റ് നമ്മൾ ഇങ്ങനെ സ്പെഷ്യൽ അറേഞ്ച്മെന്റ് കൊടുത്തത് എന്തിനാ വെച്ചാൽ ഇതിന് ഒരു സൈഡ് വൈസ് ആണ് നമ്മൾ ഈ ടാർഗറ്റിൽ നമ്മൾ ഫോക്കൽ സ്പോട്ട് വെച്ചിട്ടുള്ളത്. ഇതിന് കറക്റ്റ് ആയിട്ട് ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ വെച്ച സ്പോട്ട് ഇതിന്റെ സൈഡിലാണ്. അതുകൊണ്ട് തന്നെ അതിലേക്ക് ഡയറക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഫിലമെന്റിനെ വെച്ചിട്ടുള്ളത്. ഈ ടാർഗറ്റിന്റെ സ്പെസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു, ഈ ടാർഗറ്റ് എപ്പോഴും റോട്ടേറ്റിംഗ് ആണ്, അത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു എക്സ്പോസ് ചെയ്യുമ്പോൾ ഒരു ഭാഗത്തായിരിക്കും, അടുത്ത എക്സ്പോസ് ചെയ്യുമ്പോൾ വേറെ ഭാഗത്തായിരിക്കും, അടുത്ത എക്സ്പോസ് ചെയ്യുമ്പോൾ വേറെ ഭാഗത്തായിരിക്കും. അപ്പൊ കണ്ടിന്യൂസ്ലി ഇത് റൊട്ടേറ്റ് ആകുമ്പോൾ എപ്പോഴും ഒരേ സ്ഥലത്ത് എക്സ്പോസ് ചെയ്യുന്ന ഒരു പ്രശ്നം ഇതിനില്ല. ഇത് റൊട്ടേറ്റിംഗ് ആയതുകൊണ്ട് തന്നെ പല സമയത്തും പല സ്ഥലത്താണ് ഇതിനെ
എക്സ്പോസ് ആയിട്ട് പോവുക. പല സമയത്തും പല സ്ഥലത്തായിരിക്കും അതിന്റെ ഈ ബൊമ്പാർട്ട്മെന്റ് നടക്കുക. ഈ ഇലക്ട്രോൺസ് വന്ന് ഹീറ്റ് ചെയ്യുന്നത് പല സമയത്തും പല സ്ഥലത്താണ്. അതുകൊണ്ട് ഇതിന് അങ്ങനെ ഒരു ഉരുകി പോകുന്ന ഒരു സിറ്റുവേഷൻ ഇതിനില്ല. ഓക്കെ, അടുത്തതായിട്ട് വരുന്നത് ഇതിന് 2 ഇൻഡക്ഷൻ മോട്ടോഴ്സ് ഉണ്ട്. ഇൻഡക്ഷൻ മോട്ടോഴ്സ് എന്തിനാണെന്ന് അറിയാലോ, ഇതിന് റോട്ടർ ആയിട്ടുള്ള ഒരു പാർട്ട് ഉണ്ടെന്ന് പറഞ്ഞു, റൊട്ടേറ്റിംഗ് ചെയ്യാനുള്ള ഒരു പാർട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അതിന് റോട്ടർ എന്നാണ് പറയാ. ഇതിനൊരു ഫിലമെന്റ് ഉണ്ട്, ഇതിന് ടാർഗറ്റ് ഉണ്ട്, ഇതിനൊരു സ്റ്റെം ഉണ്ട്, ഇതിനൊരു ഹൈ വോൾട്ടേജ് സപ്ലൈ ഉണ്ട്, ഇതിന് ഫിലമെന്റ് സപ്ലൈ ഉണ്ട്. ഇതെല്ലാം അതുപോലെ തന്നെ ഇതിനും ഈ സപ്ലൈകളെല്ലാം ഉണ്ട്. സെയിം ആയിട്ട് വരുന്നത് ഈ ഗ്ലാസ് അസംബ്ലി ആണ്. ഇതിനും ഇതുപോലെ തന്നെ ഇതിന്റെ ഹീറ്റ് ലിബറേറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ഒരു ഓയിൽ സസ്പെൻഷൻ ഉണ്ട്, ഓയിൽ കൂളിംഗ് ഓയിൽ ഇതിനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഈ 2 ടൈപ്പ് അറേഞ്ച്മെന്റും നിങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കുന്നു. 2 എണ്ണം ഉണ്ട്. അതായത് ഒന്ന് സ്റ്റേഷനറി ആണ്, ഒന്ന് റൊട്ടേറ്റിംഗ് ആണ്. സ്റ്റേഷനറി എപ്പോഴും ടാർഗറ്റ് സ്റ്റേഷനറി ആയിരിക്കും, അത് മൂവ് ചെയ്യില്ല. അതുപോലെ തന്നെ റൊട്ടേറ്റിംഗ് ആണോട് എക്സ്റേ ട്യൂബിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിന്റെ റൊട്ടേറ്റിംഗ് പാർട്ട് റോട്ടർ എന്ന അതിന്റെ ടാർഗറ്റ് എപ്പോഴും എന്തായിരിക്കും, റോട്ടർ എന്നൊരു മോട്ടോർ ഉപയോഗിച്ചുകൊണ്ട് റൊട്ടേറ്റിംഗ് ആയിരിക്കും. ഇതിന്റെ ഓരോ ഭാഗം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം. ഓക്കെ, നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ പിക്ചേഴ്സ് കൂടുതലായിട്ട് അതിന്റെ ഒറിജിനൽ പിക്ചേഴ്സ് ഇത് ഇപ്പോ കാണുന്ന മെഷീൻസിൽ എങ്ങനെയാണ് അതിന്റെ അറേഞ്ച്മെന്റ്, എങ്ങനെയാണ് കൂടുതൽ വേറെ സ്ട്രക്ചേഴ്സ് അതിലുണ്ടോ, അതെങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അതിന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും, ഇതിന്റെ കളർ എങ്ങനെയായിരിക്കും, അത് എത്രത്തോളം ഡിസ്റ്റൻസിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അതിന്റെ ഒറിജിനൽ പിക്ചർ എങ്ങനെ ഉണ്ടാവും ഗൂഗിൾ ചെയ്ത് നോക്കാവുന്നതാണ്. ഗൂഗിളിൽ സ്റ്റേഷനാണ് എക്സ്റേ ട്യൂബ് എന്ന് അടിച്ചാൽ അത് ഉപയോഗിച്ച ടൈപ്പ് ഓഫ് മെഷീൻസ്, അത് ഓർഡിനറി എക്സ്റേസ് പണ്ട് കാലങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഓർഡിനറി എക്സ്റേസിലാണ് സ്റ്റേഷനാണ് എക്സ്റേ ട്യൂബുകളിൽ. ഇപ്പൊ വരുന്ന എക്സ്റേ ട്യൂബുകളിലെല്ലാം റൊട്ടേറ്റിംഗ് ആനോഡ് എക്സ്റേ ട്യൂബ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്.